വീണ്ടും ധാരാളമായി അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻസ് അയക്കുന്നു ബി. എന്നാൽ ഒരിടത്തും ബിക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല. ഫേക്ക് ഐഡി കാർഡുകൾ ഉണ്ടാക്കുന്ന ബിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുകയാണ്, ഒരു ഫേക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാക്കിയാലോ എന്ന്. ഹാർമൺ കോളേജിന്റെ ലോഗോയിൽ ചില മാറ്റങ്ങൾ വരുത്തി പുതിയൊരു കോളേജ് ലോഗോ തന്നെ ഉണ്ടാക്കുകയാണ് ബി. സൗത്ത് ഹാർമൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നായിരുന്നു ബിയുടെ ഫേക്ക് യൂണിവേഴ്സിറ്റിയുടെ പേര്. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഫേക്ക് അഡ്മിഷൻ ലെറ്റർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു ബി. പിറ്റേന്ന് ഷ്രൈഡറിനെ കൊണ്ട് സൗത്ത് ഹാം യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഒരു ഫേക്ക് വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കുന്നു ബി. ഷ്രൈഡർ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സൗത്ത് ഹാം യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ലെറ്റർ ബിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ബിക്ക് അഡ്മിഷൻ കിട്ടിയതിനാൽ അവർ സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു കോളേജ് ഉള്ളതായി അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യ സെമസ്റ്ററിലേക്കുള്ള ഫീസ് ബിയുടെ അച്ഛൻ ബിക്ക് കൈമാറുന്നു. എന്നാൽ അവിടെ നിന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ആദ്യ ദിവസം ബിയെ കോളേജിൽ കൊണ്ടുവിടാൻ അവർ തീരുമാനിക്കുന്നു. കൂട്ടത്തിൽ കോളേജ് ഒന്ന് ചുറ്റിക്കാണാൻ കൂടി വേണ്ടിയായിരുന്നു അത്. പേരൻസിനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കിയ പോലെ ഒരു ഫേക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാക്കാൻ ബിയും കൂട്ടുകാരും തീരുമാനിക്കുന്നു. അതിനായി ഹാർമൺ കോളേജിന്റെ അടുത്ത് ഏതെങ്കിലും ബിൽഡിംഗ് റെന്റിന് കിട്ടുമോ എന്ന് അവർ അന്വേഷിക്കുന്നു. അന്വേഷണത്തിനൊടുവിൽ ബിയും ഫ്രണ്ട്സും ചേർന്ന് ഹാർമൺ അണ്ടറിലുള്ള ഒരു അടഞ്ഞു കിടക്കുന്ന സൈക്യാട്രിക് ഹോസ്പിറ്റൽ ലീസിനെടുക്കുന്നു. പിറ്റേ ദിവസം മുതൽ ആ നശിച്ച സൈക്യാട്രിക് ഹോസ്പിറ്റൽ ഒരു മനോഹരമായ യൂണിവേഴ്സിറ്റി ആക്കാനുള്ള പണികൾ അവരാരംഭിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ തറകളും ഭിത്തികളുമെല്ലാം അവർ പെയിന്റ് അടിച്ച് മിനുക്കിയെടുക്കുന്നു. അങ്ങനെ അവർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ സൈക്യാട്രിക് ഹോസ്പിറ്റൽ അവരുടെ സൗത്ത് ഹാം യൂണിവേഴ്സിറ്റിയാക്കി മാറ്റിയെടുത്തു. ഉടൻ തന്നെ ഷ്രൈഡർക്ക് ഹാർമൺ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസുകൾ ആരംഭിക്കുന്നു. ഉടൻ തന്നെ നമ്മൾ പുതിയ 2 കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്നു. ഒരാൾ ഹാർമൺ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ ആയിരുന്നു. അടുത്തത് സ്റ്റുഡന്റ് കമ്മിറ്റി ചെയർമാനായ ആംബ്രോസ് ആയിരുന്നു. പ്രിൻസിപ്പളും ആംബ്രോസും ചേർന്ന് ഹാർമൺ കോളേജ് മറ്റുള്ള കോളേജിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന് ചർച്ച ചെയ്യുന്നു. അതിനുവേണ്ടി അവർ കോളേജിന്റെ ഒരു പുതിയ സ്ട്രക്ചർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം മറ്റൊരിടത്ത് ബിയുടെ യൂണിവേഴ്സിറ്റിയുടെ പണികൾ നടന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ബിക്ക് അച്ഛന്റെ ഒരു ഫോൺ കോൾ വരുന്നു. വെബ്സൈറ്റിൽ നിന്ന് അച്ഛൻ എന്തോ ഒരു സംശയം തോന്നി. അതിനാൽ തന്നെ ഡീനുമായിട്ടൊരു മീറ്റിംഗ് വെക്കാൻ ബിയോട് ആവശ്യപ്പെടുന്നു. ബിയും കൂട്ടരും വീണ്ടും അസ്വസ്ഥരായി. കോളേജിന് വേണ്ടി ഒരു ഡീനിനെ കണ്ടുപിടിക്കാൻ അവർ തീരുമാനിച്ചു. കോളേജ് ഡീനാകാൻ വേണ്ടി ഷ്രൈഡറിന്റെ അങ്കിളായ ബെന്നിനെ അവർ സമീപിക്കുന്നു. ബെൻ ഒരു മുൻ അധ്യാപകനാണ്. എന്നാൽ ബെന്നിന്റെ ഭാഷയും സ്വഭാവവും കാരണം കോളേജിൽ നിന്ന് അയാളെ പുറത്താക്കി. ബെൻ ഇപ്പോൾ ഒരു കുട്ടികളുടെ കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്നു. എന്നാൽ അവിടെ വരുന്ന കുട്ടികളെയെല്ലാം അയാൾ കരയിക്കുന്നു. അതിനാൽ തന്നെ അയാളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഈ സമയത്താണ് ബിയും ഷ്രൈഡറും ബെന്നിനെ കാണാനെത്തുന്നത്. അതിനാൽ തന്നെ ഡീനാകാമെന്ന് ബെൻ സമ്മതിക്കുന്നു. അടുത്ത ദിവസം ബിയുടെ പേരൻസ് എത്തുന്നതുകൊണ്ട് അവിടെ ഒരു കോളേജ് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ് ബിയുടെ ഫ്രണ്ട്സ്. അതിനായി റോറി പാർട്ട് ടൈം ചെയ്തിരുന്ന കോളേജിലെ കുട്ടികളെ കൊണ്ടുവന്ന് സൗത്ത് ഹാം യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് നിർത്തുന്നു. ഉടൻ തന്നെ ബിയുടെ പേരൻസ് അങ്ങോട്ടേക്ക് എത്തി ബി അവരെ കോളേജ് ചുറ്റിക്കാണിക്കാൻ ആരംഭിച്ചു. കോളേജിനെ പറ്റി ബിയുടെ സഹോദരിക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ മാതാപിതാക്കൾ വളരെയധികം സന്തോഷിച്ചു. അവർ ബിയുടെ കോളേജ് ഡീനുമായി സംസാരിച്ച ശേഷം ബിയെ കോളേജിലാക്കിയിട്ട് മടങ്ങുന്നു. പിറ്റേന്ന് മുതൽ ബിയും സുഹൃത്തുക്കളും വീഡിയോ ഗെയിംസ് കളിച്ചും സംസാരിച്ചും ചിരിച്ചുമെല്ലാം അവരുടെ ജീവിതം ആസ്വദിക്കുന്നു. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ട് ബി വെളിയിലേക്ക് ചെന്നു.